ഹോംസൺ സാറ്റലൈറ്റിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയലോഗ് DTH 45 ഡിഗ്രിയിലുള്ള ഡയലോഗ് DTH. ഇതൊരു ശ്രീലങ്കൻ DTH സർവീസാണ്. ഡയലോഗ് DTH അസർ സ്പേസ് 2 45.1 ഡിഗ്രിയിലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. ഇന്ത്യയിലെ പേ ചാനൽ സംവിധാനം പോലെ തന്നെയാണ് ഈ DTH സർവീസും. ഇതിൽ മുഴുവൻ പേ ചാനലുകളാണ് ഈ DTHൽ വരുന്നത്. എന്നാൽ ഇതിൽ നമുക്ക് ഒരേ ഒരു ചാനൽ, നമുക്ക് ഫ്രീ ചാനൽ ലഭിക്കുന്നുണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് ഈ സാറ്റലൈറ്റിൽ, ഈ DTHൽ ഒരേ ഒരു ഫ്രീ ചാനൽ ലഭ്യമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയ ഡിഷിലും വലിയ ഡിഷിലും നമുക്കിതിൻ്റെ സിഗ്നൽ വ്യത്യാസം ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം 80 സെൻറ്റിമീറ്ററിൽ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ കാണുന്ന താഴെ ഭാഗത്തെ LNB 45 ഡിഗ്രിയാണ്. അതിൻ്റെ തൊട്ട മുകളിൽ ടാറ്റ സ്കൈയുടെ LNB ഇരിക്കുന്നത് 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രി ഈ 80 സെൻറ്റിമീറ്ററിലെ താഴെ വെച്ചിരിക്കുന്ന LNB മെയിനായിട്ട് വെച്ചിരിക്കുന്ന ഈ ഡിഷിൽ 80 സെൻറ്റിമീറ്ററിൽ ഒരു പഴയ എയർടെൽ DTHൻ്റെ ഡിഷാണ്. ഇതിൽ നമുക്ക് ഡയലോഗ് DTHൻ്റെ സിഗ്നൽ 84% ലഭിക്കുന്നത്. ഡയലോഗ് DTHലെ ഒട്ടുമിക്ക TPകളും ഫ്രീക്വൻസികളും നല്ല പവറുള്ള ഫ്രീക്വൻസികളാണ്. ഒരു TP മാത്രമേ നമുക്ക് ലോ ഫ്രീക്വൻസി ആയിട്ട് വരുന്നുള്ളൂ. ഇതിൽ 115.93 വെർട്ടിക്കൽ പോളാരിറ്റി വെർട്ടിക്കൽ വരുന്ന ഈ TP 84%, 85-86% വരെ ഇതിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. 115.93 ഈ TP ഉപയോഗിച്ച് നമുക്ക് ഡയലോഗ് DTH ട്രാക്ക് ചെയ്യാം. പുതുതായി ട്രാക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപയോഗിച്ച് ട്രാക്ക് ചെയ്യാം. ഇനി മറ്റൊരു ഫ്രീക്വൻസി കൂടെ നമുക്ക് നോക്കാം. 115.10 വെർട്ടിക്കൽ. ഈ TPക്കും നമുക്ക് 87-88% വരെ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് 115.93 നേരത്തെ പറഞ്ഞ ഈ ഫ്രീക്വൻസി തന്നെ പ്രധാനമായിട്ട് എടുക്കാം. 115.93 വെർട്ടിക്കൽ. ഇതിൽ നമുക്ക് കിട്ടുന്ന സിഗ്നലും അതുപോലെ 6 ഫീറ്റിൽ പ്രൈം ഫോക്കസിൽ C ബാൻഡ് ഡിഷ് എന്ന് പറയുമ്പോൾ നമുക്ക് KU ബാൻഡ് LNBയും ഫിറ്റ് ചെയ്യാം. KU ബാൻഡ് LNB ഫിറ്റ് ചെയ്യാൻ പ്രത്യേകം ക്ലാമ്പ് ഉണ്ട്. C ബാൻഡിൻ്റെ പോലെ തന്നെ സ്കാലറിങ് ഒഴിവാക്കിക്കൊണ്ട് ഈ ക്ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം. ഈ 84% ഇതിൽ ലഭിക്കുന്ന സിഗ്നലും നമുക്ക് C ബാൻഡിൽ കിട്ടുന്ന സിഗ്നലും വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ KU ബാൻഡ് LNBയിൽ നിന്നും കേബിൾ അഴിച്ചു മാറ്റിയിട്ട് C ബാൻഡിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ കേബിൾ തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ടാറ്റ സ്കൈയുടെ LNB ആണ് 80 സെൻറ്റിമീറ്ററിൽ ഉപയോഗിച്ചത്. എന്നാൽ 6 ഫീറ്റ് പ്രൈം ഫോക്കസിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാർ ഗോൾഡിൻ്റെ LNB ആണ്. പ്രൈം ഫോക്കസ് KU ബാൻഡ് LNB ആണ്. ഇത് ഒരു മെയ്ഡ് ഇൻ കൊറിയ പ്രോഡക്റ്റാണ്. സ്റ്റാർ ഗോൾഡിൻ്റെ ഒറിജിനൽ LNB ആണ്. ഇതിൽ നമുക്ക് ഡയലോഗ് DTHൻ്റെ സിഗ്നൽ വ്യത്യാസം ഒന്ന് നോക്കാം. ഇതിൽ ഞാൻ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേബിൾ കണക്ട് ചെയ്താൽ നമുക്ക് സിഗ്നൽ കാണാം. ഇതിന് പ്രത്യേകം റിംഗ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെയുള്ള ഈ LNBയുടെ സ്കാലർ റിങ് ഇതിനോട് കൂടി വരുന്ന സ്കാലർ റിംഗ് ആണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ LNB പരമാവധി പൊക്കി നിർത്തി കഴിഞ്ഞാലാണ് ഇതിൻ്റെ മാക്സിമം സിഗ്നൽ എനിക്ക് ലഭിക്കുന്നത്. ഇതൊരു പഴയ C ബാൻഡ് ഡിഷാണ്. പ്രൈം ഫോക്കസ് ഡിഷ് ആൻറ്റിനയാണ് 6 ഫീറ്റ്. ഇനി നമുക്ക് കേബിൾ കണക്ട് ചെയ്യാം. സ്റ്റാർ ഗോൾഡിൻ്റെ പ്രൈം ഫോക്കസ് KU ബാൻഡ് LNBയിൽ നമുക്ക് ഡയലോഗ് DTHന് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര DB കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എത്ര സിഗ്നൽ ലഭിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ഫ്രീക്വൻസി തന്നെ നമുക്കറിയാം. 112-113% സിഗ്നൽ. 100% കഴിഞ്ഞ് സിഗ്നൽ കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണുള്ളത്. 113%. സാധാരണ 100% സിഗ്നൽ ലഭിക്കാറുള്ളത് DTHന്. ഇന്ത്യൻ DTHകൾക്കൊക്കെ എയർടെൽ DTH പരമാവധി 100ൻ്റെ അടുത്ത് വരെയൊക്കെ എത്തും. എന്നാൽ ഇത് നമുക്ക് കാണാം 100 കഴിഞ്ഞ് 112-113 സിഗ്നൽ കവിഞ്ഞൊഴുകുകയാണ്. 100ൽ കൂടുതൽ 112-113% വരെ സിഗ്നൽ കവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. റിഫ്ലക്ടറാണ്. 6 ഫീറ്റ് ഡിഷ് ആൻറ്റിനയാണ്. അതുപോലെ കുറച്ച് പവർ കൂടിയ സ്റ്റാർ ഗോൾഡിൻ്റെ വിദേശ കമ്പനി LNB ആണ്. ഞാനിതൊന്ന് പരീക്ഷണാർത്ഥം ഡയലോഗ് DTH ഇന്ത്യയിൽ കവറേജ് ഉള്ളൊരു DTH ആണ്. എന്നാൽ ഇന്ത്യയിൽ സർവീസ് ഇല്ലാത്ത ഒരു DTH കൂടിയാണ്. ഇത് എത്ര ശതമാനം ലഭിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പരീക്ഷണം നോക്കിയതാണ്. ഇതുപോലെ C ബാൻഡുള്ള ആളുകൾ, 6 ഫീറ്റുള്ള ആളുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് ചെറിയ മഴയ്ക്കൊന്നും അത്യാവശ്യം നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഏത് DTHും KU ബാൻഡ് സിഗ്നൽ പോവും. അത് KU ബാൻഡിൻ്റെ ഒരു
പോരായ്മയാണ്. എങ്കിൽ കൂടിയും അത്യാവശ്യം മഴയുള്ള സമയത്തൊക്കെ ഇത് കുറേ പിടിച്ചു നിൽക്കും. നമുക്ക് ചെറിയ KU ബാൻഡ് ഡിഷ് ആൻറ്റനയിൽ 15 dB ആണ് ലഭിച്ചതെങ്കിൽ സി ബാൻഡ് ഡിഷിൽ നമുക്ക് 19 dB ആണ് ലഭിച്ചത്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാക്സിമം സിഗ്നലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇതുപോലുള്ള 6 ഫീറ്റ് പ്രൈം ഫോക്കസ് ഡിഷ് ആൻറ്റന, സി ബാൻഡ് ഡിഷ് ആൻറ്റന, അതുപോലെ ഈ KU ബാൻഡ് LNB പ്രൈം ഫോക്കസിൽ ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ KU ബാൻഡ് ക്ലാമ്പ്, ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. സെറ്റ് ബോക്സുകൾ, 5G ഫിൽറ്റർ LNBകൾ ഇതെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ്. ഇതുപോലുള്ള വെറൈറ്റി വ്യത്യസ്ത വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്ക്, ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്